ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രമേനോൻ തൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് അലീനനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. ഇതൊന്നും വൈജയന്തിക്ക് തീരെ സഹിക്കുന്നില്ല. വൈജയന്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരമൊരു അപമാനം വേറെയില്ല. അലീനയുടെ മുമ്പിൽ തോറ്റു പോകുന്നത് മാത്രമല്ല, തൻ്റെ സ്ഥാനം കൂടി അലീന തട്ടിയെടുത്തതുപോലെയാണ് കേട്ടോ വൈജയന്തിക്ക് തോന്നുന്നത്. വൈജയന്തി അലീനോട് പറയുന്നുണ്ട് കേട്ടോ, നീ എന്നാത്തിനടി പിന്നെ ഇവിടെ കുറ്റിയടിച്ച് നിൽക്കുന്നത്? ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഇവിടുന്ന് പോയിക്കോളാൻ. അതോ നിന്റെ മനസ്സിൽ ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? വേലക്കാരിയായി വന്നിട്ട് വീട്ടുകാർ ചമയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ ഈ വെച്ചേക്കത്തില്ല ഞാൻ. നിനക്ക് വൈജയന്തി അറിയില്ല. അപ്പം അലീന പറയുന്നുണ്ട്, ആര് പറഞ്ഞു അറിയില്ലെന്ന്? എനിക്ക് മേഡത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി ചൂടാവുന്നുണ്ട് കേട്ടോ. നീ കുറേ നാളായാലോടി പറയാൻ തുടങ്ങിയിട്ട്, നിനക്ക് കുറേ അറിയാമെന്ന്. നിനക്ക് എന്നെ അറിയാമെന്നാ? അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, ഞാൻ അറിയാമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. എനിക്ക് മേഡത്തിൻ്റെ എല്ലാ ചരിത്രവും അറിയാം, എല്ലാം. ഞാൻ ആ ചരിത്ര പുസ്തകം തുറന്നാൽ അതിൽ നാറിയില്ലാതാവുന്നതും മേഡം തന്നെയായിരിക്കും. ഒരുപാട് സഹിച്ചും ക്ഷമിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ക്ഷമേനെ വെറുതെ പരീക്ഷിക്കാൻ നിൽക്കരുത് മേഡം. ഇത്രയും പറഞ്ഞിട്ട് അലീന അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് വൈജയന്തി ആകെ ഷോക്കായി നിൽക്കുക. അലീന ഇതൊക്കെ വെറുതെ പറയുന്നതാണോ അതോ ശരിക്കും അവൾക്ക് എന്തെങ്കിലും അറിയാവോ എന്നൊക്കെ ആലോചിച്ച് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് കേട്ടോ വൈജയന്തി. മനു ആണെങ്കിൽ വീട്ടിൽ ചെന്ന് ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഗംഗാധരമേനോനോടും മാലതിയോടും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഗംഗാധരമേനോനും മാലതിയും കമലയും ഹരിയും പിന്നെ മനുവിൻ്റെ അനിയത്തിയൊക്കെ കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ കടപ്പാട്ടൂർക്ക് ബാലചന്ദ്രമേനോനെ കാണാനായിട്ട്. കടപ്പാട്ടൂരാണെങ്കിൽ ബാലേന്ദ്രൻ ഗോവർദ്ധനോട് പറഞ്ഞിട്ട് ഒരു കോളിംഗ് ബെല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ റൂമിലിരുന്നിട്ട് ആ സ്വിച്ച് ഒന്ന് അമർത്തിയാൽ മതി, ആ കോളിംഗ് ബെല്ലടിക്കും. അത് കേൾക്കുമ്പോൾ അലീന റൂമിലേക്ക് വരണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊന്നും വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ ബാലേന്ദ്രൻ്റെ അനുവാദം ഇല്ലാതെ വൈജയന്തി ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ഇടിച്ചു കയറി പോകുന്നുണ്ട് ഒരു പ്രാവശ്യം. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വൈജയന്തി താഴെയും ഞാൻ മുകളിലാണ്. നമുക്കിടയിൽ ഒരു ലക്ഷ്മണരേഖയുണ്ട്. അത് കടന്ന് നീ ഇങ്ങോട്ടോ ഞാൻ അങ്ങോട്ടോ വരില്ല, വരാൻ പാടില്ല. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനുമില്ല, നിന്നെ കാണുകയും വേണ്ട. ഇനി എൻ്റെ മുറിയിലോട്ട് വന്നു പോരുത്. ഇതൊക്കെ കേട്ട് വൈജയന്തി ആകെ നാണം കെടുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഗംഗാധരമേനോനും മാലതിയും എല്ലാവരും കൂടി വരുന്നത്. ഗംഗാധരമേനോനെ കണ്ടതും വൈജയന്തി തൻ്റെ പരിഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. ഗംഗാധരമേനോനും മാലതിക്കും അലീന ആരാണെന്നുള്ള സത്യം ഏകദേശം ഒരു ഊഹമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് അലീനനെ വലിയ കാര്യമാണ്. അലീനനെ കുറിച്ച് കുറ്റം പറയുന്നതൊന്നും ഗംഗാധരമേനോന് ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്താണ് കേട്ടോ ബാലേന്ദ്രൻ കോളിംഗ് ബെല്ലാണ് അമർത്തുന്നത്. ആ കോളിംഗ് ബെല്ല് കേൾക്കുന്നതും നമ്മുടെ അലീന മുറിയിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ മുകളിലോട്ട്. ഇതാണെങ്കിൽ വൈജയന്തിക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇത് ഞാനിനി വെച്ച് പൊറപ്പിക്കത്തില്ല, ഇന്നത്തോടെ ഞാനിത് നിർത്തും. അങ്ങനെ വൈജയന്തി മുകളിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. മുകളിലാണെങ്കിൽ അലീന ബാലേന്ദ്രന് മരുന്നെടുത്ത് കൊടുക്കുകയായിരുന്നു കേട്ടോ. വൈജയന്തിയെ കണ്ടതും ബാലേന്ദ്രന് ദേഷ്യം വരാൻ തുടങ്ങി. നിന്നോട് ആരാടി ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത്? ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ വിളിച്ചത് അലീനേനെയല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ വരും. എൻ്റെ ഭർത്താവിൻ്റെ റൂമിൽ കയറാൻ എനിക്ക് ഒരാളുടെ അനുവാദം വേണ്ട. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആര് പറഞ്ഞു വേണ്ടെന്ന്? വേണം, എൻ്റെ അനുവാദം വേണം. എൻ്റെ അനുവാദമില്ലാതെ ഒരാളും എൻ്റെ മുറിയിലോട്ട് കയറി പോകരുത്. എനിക്കിഷ്ടമില്ലാത്ത ആരെയും എനിക്ക് കാണണ്ട. അപ്പോഴേക്കും പിള്ളേരൊക്കെ മുകളിലേക്ക് കയറി വരും കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ ഓടി വന്നിട്ട് ബാലേന്ദ്രനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അച്ഛാ, ഇങ്ങനെ റേസ് ആവല്ലേ, അത് അച്ഛന് നല്ലതല്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ റേസ് ആവണ്ടെങ്കിൽ ഇവളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ, എനിക്ക് ഇവളെ ഇവിടെ കാണണ്ട. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് കേട്ടോ, അമ്മേ ഒന്ന് പോവമ്മേ, അച്ഛന് വയ്യാത്തതല്ലേ, വെറുതെ ടെൻഷൻ കൊടുക്കണ്ട. അങ്ങനെ വൈജയന്തി ദേഷ്യവും സങ്കടമൊക്കെ അമർത്തി പിടിച്ചിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവിടെയാണെങ്കിൽ നമ്മുടെ അലീന നിൽക്കുന്നത് കാണും കേട്ടോ. അലീനയെ കണ്ടതും മുഖത്തൊരൊറ്റ അടി വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ ബാലേന്ദ്രനോടുള്ള ദേഷ്യമൊക്കെ അലീനേനെ അടിച്ചു തീർത്തു. ഇത് കാണുമ്പോൾ ബാലേന്ദ്രന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളാണ് തടഞ്ഞു നിർത്തുന്നത്. അലീനയാണെങ്കിൽ അടി കിട്ടിയ ആ ഷോക്കിൽ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തി താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ അലീനേനെ മുറിയിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജയന്തി അടിച്ച കവിളിൽ തടവി കൊടുക്കുന്നുണ്ട് ബാലേന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട്, മോൾക്ക് വേദനിച്ചോ? ഇതിനുള്ളതൊക്കെ അവൾക്ക് ഞാൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കട്ടിലിൽ നിന്നൊന്ന് എഴുന്നേറ്റോട്ടെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഒന്നും വേണ്ട സർ, എന്നെ ഇവിടെ നിന്ന് പോവാൻ അനുവദിച്ചാൽ മാത്രം മതി. എനിക്കിവിടെ അത്രയും മതിയായി. ഞാനിവിടെ നിൽക്കുന്നതാണ് മേഡത്തിൻ്റെ പ്രശ്നമെങ്കിൽ ഞാൻ പോയി ആ പ്രശ്നമൊക്കെ തീരും. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്കിടയിൽ നിന്ന് ശ്വാസം മുട്ടുക. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ പോയാലൊന്നും ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം തീരില്ല. ആ പ്രശ്നം ഉണ്ടാക്കി വെച്ചത് അവളാ, അതും ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ഒന്ന്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, യുദ്ധം ചെയ്യാൻ പലരും വരും.
എൻ്റെ കൂടെ നിൽക്കണം. നിൽക്കില്ലേ? അപ്പോൾ അലീന കണ്ണീര് തുടച്ചിട്ട് സമ്മതം മൂളുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തി താഴെ വന്ന് മുകളിലുണ്ടായ കാര്യങ്ങളൊക്കെ ഗംഗാധരനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഗംഗാധരമേനോട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വൈജയന്തിയോട്. അതിൻ്റെ കൂടെ ബാലേന്ദ്രനും അലീനയും തമ്മിൽ അവിഹിതം ഉണ്ടെന്ന് വരെ വൈജയന്തി പറഞ്ഞുണ്ടാക്കി. അത് കേട്ടതും ഗംഗാധരമേനോൻ വൈജയന്തിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കാൻ നീ അത്ര നല്ലവളാണോ? നിൻ്റെ ആഗ്രാചരിത്രമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മക്കൾ തന്നെ നിന്നെ എടുത്ത് വലിച്ചെറിയും. അതുകൊണ്ട് വേണ്ടാത്ത ഒന്നും പറഞ്ഞുണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി നിന്നോണം. കഴിയുമെങ്കിൽ ബാലേന്ദ്രനെ ശല്യം ചെയ്യാതിരിക്കണം. അതാ നിൻ്റെ ജീവിതത്തിന് നല്ലത്. വൈജയന്തി ആണെങ്കിൽ ആകെ അടി കിട്ടിയ ഷോക്കിലാണ് കേട്ടോ. എന്താ എല്ലാവരും എന്നെ ശത്രുവായി കാണണേന്നുള്ള മട്ടിലാണ് കേട്ടോ വൈജയന്തി. അങ്ങനെ ഗംഗാധര മേനോനും മാലതിയും മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിക്കാണെങ്കിൽ ഇവരെ കണ്ടതും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഗംഗാധര മേനോനോട്, നീ അവളെ ഒന്ന് ഉപദേശിക്കടാ മോനെ. നീ പറഞ്ഞാലെങ്കിലും അവൾ കേൾക്കുമല്ലോ. ഞങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് മടുത്തു. അവൾ തന്നെ അവളുടെ ജീവിതം ഇല്ലാതാക്കുന്നത്. അപ്പം ഗംഗാധര മേനോൻ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് പറയാൻ കഴിയുന്നിടത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ടമ്മേ. ഇനി അവൾ കൂടി വിചാരിക്കണ്ടേ അവളുടെ ജീവിതം നേരെയാവണമെന്ന്? നമുക്കൊക്കെ പറയുന്നതിനൊരു പരിധിയില്ലേ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അവളുടെ വിധി അതാണെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, ഞങ്ങളെന്നാ ഇറങ്ങട്ടെ അമ്മേ. ഇപ്പോൾ പോയാൽ ഇരുട്ടുന്നതിന് മുമ്പേ തറവാട്ടിലെത്താം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇന്ന് പോണ്ടടാ മോനെ, നീ ഇവിടെ നിൽക്ക്. എനിക്കൊരാശ്വാസമാവുമല്ലോ. ഇതൊക്കെ കണ്ട് ആകെ മനസ്സ് മടുത്തിരിക്കുക. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, ഞാൻ വരാം അമ്മേ, ഒരു ദിവസം വരുന്നുണ്ട്. ബാലനൊന്ന് പഴയതുപോലെ ആവട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്